സൂറത്തു ശുഅറായിലെ 88-90 വചനങ്ങളാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടുത്താത്ത ദിവസം, അന്ന് ആർക്കും രക്ഷയുണ്ടാവുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് വന്നവരൊഴികെ. വഉസ്രിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾ അന്ന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുജനന്മാരുമൊത്ത് പള്ളിയിൽ ഇരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിലായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അൻസാരി സഹാബി ഒളുവൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു. സഹാബികൾക്ക് സുപരിചിതനായ ഒരാളാണ്, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇദ്ദേഹം എന്താണ് സ്വർഗത്തിൽ? അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരാളെ സ്വർഗത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അയാളിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ആള് വന്നു, ആളുടെ വഴിക്ക് പോയി, ഇവരങ്ങനെ വർത്തമാനങ്ങളൊക്കെ തുടർന്നു. പിറ്റേ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അനുചരന്മാരുമൊത്തൊക്കെ എപ്പോഴും പള്ളിയിൽ ഇങ്ങനെ ഒത്തുകൂടും. ഇരിക്കുമ്പോഴും റസൂല് പറഞ്ഞു, ഇപ്പോ ഒരാളിങ്ങോട്ട് കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിലായി. സഹാബികൾ നോക്കിയപ്പോൾ ഇന്നലെ പറഞ്ഞ അതേ മനുഷ്യൻ തന്നെയാണ് ഇന്നും സ്വർഗത്തിലേക്ക് വന്നത്, അല്ല പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മൂന്നാം ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അവർക്ക് അത്ഭുതം തോന്നി. വെറും സാധാരണക്കാരനായ, പ്രത്യേകിച്ച് രൂപത്തിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഒരു പ്രത്യേകത, സാധാരണ ആളുകളെ പോലെ നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, അത്യാവശ്യം ദുആ ചെയ്യുന്നു, ദിക്റും ഔറാദൊക്കെ ചെയ്ത് അദ്ദേഹം സാധാരണ പോലെ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. കൂട്ടത്തിലെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ, ഇതെന്താണ് റസൂൽ ഇങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ഒന്നും ഇല്ലാതെ റസൂൽ ഇങ്ങനെ പറയൂലല്ലോ. മൂപ്പര് ചെന്നിട്ട് ഈ അൻസാരി സഹാബിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വീട്ടില് ഞാൻ ഉപ്പയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2-3 ദിവസത്തേക്ക് ഉപ്പ എന്നോട് മിണ്ടുകയില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളുടെ കൂടെ താമസിച്ചു കൊള്ളട്ടെ. ഓ, അതിനെന്താ, ഈ അറബികളെയൊക്കെ സംബന്ധിച്ച് അതിഥി സൽക്കാരത്തിന് വലിയ പ്രാധാന്യമാണല്ലോ. അപ്പൊ 2-3 ദിവസമൊക്കെ ഒന്നിച്ച് താമസിച്ചാൽ ഒന്നും ചോദിക്കൂല. അങ്ങനെ 3 ദിവസം മൂപ്പരുടെ അടുത്ത് പോയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന് പറയുന്ന സഹാബി താമസിച്ചു. സ്പൈ വർക്കിന് വന്നേക്കണതാണ്, ഇങ്ങനെ രഹസ്യം അറിഞ്ഞിട്ട്. എന്താണ് ഈ മൂപ്പരുടെ പ്രത്യേകത? അപ്പൊ ഒരു ചെറിയ നോണയൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് അടുത്തു കൂടിയേക്കുന്നത്. മൂപ്പരിങ്ങനെ കൈവച്ച് ഇങ്ങനെ നോക്കുന്നു, കിടക്കുമ്പോൾ തന്നെ പതുക്കെ തല ഉയർത്തി നോക്കുന്നു. എന്തെങ്കിലും റസൂല് പറഞ്ഞ പ്രത്യേകത എടുത്ത് കാണണ്ടേ? നമ്മളങ്ങനെയാണല്ലോ, ഒരാളെ വീക്ഷിക്കുകയാണെങ്കിൽ, 2 ആളുകൾ തമ്മിൽ വർത്താനം പറയുകയാണെങ്കിലും നമ്മുടെ കണ്ണ് അപരനിലേക്കായിരിക്കും. മൂപ്പർ എന്താണ് സാധനം? അങ്ങനെയുണ്ടല്ലോ ഒരു ചുഴിഞ്ഞന്വേഷണം. ഇങ്ങനെ പല കോലത്തിൽ ഇങ്ങനെ ഇടയ്ക്കെഴുന്നേറ്റ് നോക്കും, മാറി നിന്ന് നോക്കും, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ഒരു പ്രത്യേകതയും കാണുന്നില്ല. അവസാനം 3-ാമത്തെ ദിവസം അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന സഹാബി അൻസാരിയുടെ പറഞ്ഞു, ഞാൻ ബാപ്പയായിട്ടൊന്നും പിണങ്ങിയിട്ടൊന്നുമില്ല, നിങ്ങളുടെ കൂടെ 2-3 ദിവസം വന്ന് താമസിക്കണമെന്ന് തോന്നി. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് റസൂല് പറഞ്ഞു, സ്വർഗത്തിലായി ഉള്ള ഒരു മനുഷ്യൻ, സ്വർഗം ഉറപ്പാക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ഇപ്പം ഇങ്ങോട്ട് കടന്നു വരുന്നത് പറഞ്ഞത് 3 പ്രാവശ്യം റസൂല് പറഞ്ഞതും അത് നിങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മൂപ്പര് പറഞ്ഞു, എനിക്ക് എന്ത് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല, സാധാരണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പിന്നെ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരാളെ കുറിച്ചിട്ടും എൻ്റെ മനസ്സിലൊരു പക വെക്കാറില്ല.
അങ്ങനെയുണ്ടല്ലോ. എല്ലാവരെയും വളരെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലീൻ സ്ലേറ്റിലാണ് ഞാൻ കാണുന്നത്. അത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. റസൂല് പറഞ്ഞ ഒരാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് മുൻകൂട്ടി പ്രവാചകൻ പ്രവചിക്കാൻ കാരണമായത് ഒരു മനുഷ്യന്റെ നല്ല മനസ്സാണ്. ഞാൻ ആരോടും പകവെച്ചു പുലർത്താറില്ല. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ സഹാബികൾ, ആ മറ്റേ ആളുണ്ടല്ലോ, ഈ ആളുണ്ടല്ലോ, നമ്മളങ്ങനെയാണല്ലോ, ഒരു നേതാവ് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവരനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി, പരാതി പറയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. നേതാവ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാൾ പോകും. ആൾക്ക് ചെന്നിട്ട് മറ്റയാളെ കുറിച്ചിട്ട്, ഇപ്പൊ സെക്രട്ടറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആളെ കുറിച്ചിട്ടായിരിക്കും പറയാനുണ്ടാവുക. ഭക്ഷണം കഴിക്കാൻ വേറൊരാൾ തിരക്ക് കൂടുന്നുണ്ടാവും, എന്താ പ്രസിഡന്റിനെ കുറിച്ച് പറയാനുണ്ടാവും. ഇങ്ങനെ പരസ്പരം നമ്മളിങ്ങനെ കുറ്റം പറയാൻ, കുറ്റപ്പെടുത്തി പറയാൻ, നേതാക്കളോട് പറയാൻ വെമ്പി നിൽക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ, നമ്മുടെയൊക്കെ ഇടയിലായിരുന്നു പ്രവാചകനെങ്കിൽ, ഒരു പരാതി കേൾക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് നമ്മുടെ മുസ്ലിം സമുദായം മാറിപ്പോവുകയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? നിർത്താൻ പറഞ്ഞു. എനിക്കിതൊന്നും കേൾക്കണ്ട. ലാ യുബല്ലിഉനി അഹദുൻ മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈഅ ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റജ ഇലൈക്കും അന സലീമുസ് സദ്ർ. എനിക്ക് ഇങ്ങനെ ഒരു വർത്തമാനം ഒന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കിടന്നു വരാൻ ആഗ്രഹിക്കുന്നത് ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ടാണ്. ഖൽബുൽ സദർ. ഒരാളെ കുറിച്ചും ഒന്നും മോശമായ അഭിപ്രായമില്ലാത്തവണ്ണം നിങ്ങളെ എല്ലാവരെയും ഒരു ക്ലീൻ സ്ലേറ്റോട് കൂടിയിട്ടാണ് ഞാൻ കാണാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ഒരു സങ്കുചിതമായൊരു അവസ്ഥയുണ്ടല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഒരു ആശ്വസ്യപ്പെടുന്ന, പരസ്പരം ഒരു വിശാലമായി കാണാൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയുടെ മനസ്സ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നിങ്ങളെ കാണുമ്പോൾ എനിക്ക്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക്, ഇതൊരു മനുഷ്യസഹജമായ ഒരു സങ്കുചിത ചിന്തയാണ്. ആരെങ്കിലും ഇത്തരത്തിലുള്ള സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടോ? അവരാണ് എന്ത് വിജയികൾ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരയായി മാറിയിട്ടില്ല. മൊത്തത്തിൽ ലോക തലത്തിൽ തന്നെ എടുത്തു നോക്കി മുസ്ലിം സമുദായത്തിന്റെ കോടാലിപ്പിടികൾ. കോടാലിപ്പിടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പണ്ടിങ്ങനെ മരം വെട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് പറയാം, ഈ മരം വെട്ടുന്ന ആളുകൾ വന്നപ്പോൾ മരങ്ങൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, നമ്മളൊക്കെ നല്ല ശക്തരായ ആളുകളല്ലേ, ഒരാൾക്ക്, മനുഷ്യന്മാർക്ക് നമ്മളെ വെട്ടിമുറിക്കാനൊന്നും പറ്റൂല. അപ്പൊ കൂട്ടത്തിൽ ഒരു മരം പറഞ്ഞു, ആ കോടാലിയുടെ പിടി ഉണ്ടല്ലോ, അത് നമ്മളാണ് കേട്ടോ, മരമാണെന്നാ പറഞ്ഞു. നമ്മൾ മുസ്ലിം സമുദായം ലോകാടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും എടുത്തു പരിശോധിച്ചു. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധമടക്കം, പാലസ്തീൻ സംഘർഷമടക്കം, നമ്മുടെ നാട്ടിലെ ഒരു സാധാ സംഘടനാ വിഷയങ്ങളടക്കം, നമ്മൾ നമുക്കെന്തുകൊണ്ട് പരസ്പരം പാരകളായി മാറുന്നു? ഒരു വിഷയത്തിൽ തെറ്റാകട്ടെ, കുറ്റക്കാരനാകട്ടെ, എങ്കിൽ പോലും അവിടെ ഒരു വിശാലമായ ഒരു മനസ്സ് വെച്ച് പുലർത്താൻ എന്തേ നമുക്ക് കഴിയാതെ പോയി? നമ്മൾ നമ്മെ പറ്റിയിട്ട് പരസ്പരം ഇസ്ലാം, ഇസ്ലാമിലെ സാഹോദര്യം. എന്താ സാഹോദര്യം എന്ന് പറഞ്ഞാൽ? ഒരേ ഉദരത്തിൽ പിറന്നവർ, ഒരു ഉമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളെ പോലെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ എന്തുകൊണ്ട് പരസ്പരം കോടാലിപ്പിടികളായി മാറുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ടായി. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളും മദീനയിൽ അവർ ഇസ്ലാം സ്വീകരിച്ചതാണ്. അവരിങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് സ്വന്തമായൊരു അമിതമായ ആത്മവിശ്വാസത്തിൽ ഒരു പൊങ്ങച്ചത്തിന്റെ വർത്തമാനം. നമ്മുടെ പഴയ ഗോത്രമഹിമകൾ, നിങ്ങൾ മോശമാണ്, ഞാനാണ് ശരി. അപ്പൊ അവര് പറയും, അല്ല പണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, നിങ്ങളുടെ പണി എന്തായിരുന്നു, നിങ്ങളുടെ കാർന്നോമാരുടെയൊക്കെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ, ഇത്രയൊക്കെ അല്ലുള്ളൂ നിങ്ങൾ. ഇങ്ങനെ പരസ്പരം ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം ഇന്നലകളിലെ കുറവുകളും ന്യൂനതകളും ഒക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അത് അവസാനം അതിങ്ങനെ വാശി മൂത്ത് ആരും ജയിക്കണില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് വാക്ക് തർക്കത്തിൽ ജയിക്കണമല്ലോ. അങ്ങനെ തർക്കം മൂത്ത് വാക്കേറ്റമായി, തർക്കമായി, ഉണ്ടായി, തള്ളായി, അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ മുഹാജിറായി കൊണ്ട് ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ എല്ലാ മുഹാജിരീങ്ങളായ സഹോദരന്മാർക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചവർ, പങ്കുവെച്ചു കൊടുത്തവർ. അപ്പൊ ആ സഹോദരത്തിന്റെ ആഴമൊന്നും നിങ്ങൾ ആലോചിച്ചേക്ക്. അവർ വാളൂരിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അതൊരു രക്തക്കളമായി മുസ്ലിം സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ രക്തരൂക്ഷിതമായി യുദ്ധത്തിൽ കലാശിച്ചാണ്. ആ സന്ദർഭത്തിലാണ് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർക്കുക. അല്ലേ, ഈ ഹിദായത്ത് നൽകി ബഹുദൈവ വിശ്വാസത്തിന്റെ ശിർക്കൻ ജീവിത, തെറ്റായ വഴിപിഴച്ച ജീവിത രീതിയിൽ നിന്നും ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടവർ നിങ്ങൾ ഓർത്തു നോക്കൂ. ഇത് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങൾ നിങ്ങളുടെ ശിർക്കൻ ജാഹിലിയ വ്യവസ്ഥകൾ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. പഴയ അറബ് ഗോത്രങ്ങൾ നിസ്സാര വിഷയത്തിന് കലഹിച്ചും തമ്മിത്തല്ലിയും നീണ്ട മാസങ്ങളും വർഷങ്ങളും എടുത്ത യുദ്ധങ്ങൾ നടത്തിയിരുന്നവർ, ശത്രുക്കളായി കാലം കഴിച്ചിരുന്നവർ. ഫസ്ബഹതും ബിനിഅമതി ഇഖ്വാനാ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി തീർന്നവരല്ലേ നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ എന്തേ നിങ്ങൾ വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നല്ലോ. നിങ്ങളുടെ കുടിപ്പകകൾ, നിങ്ങളുടെ വിദ്വേഷങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ കുടിസതകൾ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നല്ലോ. ഫങ്കദകും മിൻഹാ, നിങ്ങൾ അവിടെ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ, ഈ ദീൻ അനുഗ്രഹമായി മാറിയില്ലേ. എന്നിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആ ഒരു സങ്കുചിതത്വം, അപരനെ കുറിച്ച്, തന്റെ സഹോദരനെ കുറിച്ച്, ദീനീ സഹോദരനെ കുറിച്ചിട്ടുള്ള നമ്മുടെ മാനസികമായ വെറുപ്പ് നമ്മെ സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും നരകത്തിലേക്ക് നമ്മെ അടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇന്നൽ കൽബൽ കാഫിരി വൽ മുനാഫിഖി മരീഉൻ, കാഫിറിന്റെയും മുനാഫിക്കിന്റെയും മനസ്സുണ്ടല്ലോ രോഗാതുരമായിരിക്കുന്ന. ആരാ മുനാഫിക്ക് എന്ന് പറയുന്നത്? മുനാഫിക്കിന്റെ മനസ്സ് രോഗാതുരമാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം കൂടെ എടുത്തു പറഞ്ഞാൽ അവിടെ മുനാഫിക്കുകളെ കുറിച്ചിട്ട് ചിത്രീകരിക്കും. ഒന്ന് വിശ്വാസികൾ, മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ. ഇതിൽ ആരാ മുനാഫിക്ക് എന്ന് പറഞ്ഞേക്കുന്നത്? നമ്മിൽപ്പെട്ടവരാണ്. മുസ്ലിം സമുദായത്തിൽ നമ്മുടെ കൂടെപ്പെട്ടവർ. മുസ്ലിമിനെയാണ് വിശുദ്ധ ഖുർആൻ മുനാഫിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ രോഗമുള്ളവർ, കാപഢ്യമുള്ളവർ. എവിടെയാണ് കാപഢ്യം വരുന്നത്? അതൊരു രോഗമാണ്, മനസ്സിന്റെ രോഗമാണ്. ആള് ഭയങ്കര നിസ്കാരക്കാരനായിരിക്കും, കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് മാലയുണ്ടാവും, തലയിൽ തൊപ്പി ഉണ്ടാവും, വേഷഭൂഷാദികൾ കണ്ടാൽ
ഒരു പൂർണ്ണ മുത്തഖി. പക്ഷെ തന്റെ സഹസൃഷ്ടിയോട് സഹജീവിയോട് ശത്രുത പുലർത്തുന്നുവെങ്കിൽ, വെറുപ്പ് പുലർത്തുന്നുവെങ്കിൽ, നന്നായി പെരുമാറുന്നില്ല എങ്കിൽ അതത്ര മോശം പ്രവൃത്തിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അൽ ഇഖ്ലാസു ഫിൽ ഇബാദത്ത്, നമ്മുടെ ഇബാദത്ത് പോലെയുള്ള ഇഖ്ലാസ് പോലെ, ആത്മാർത്ഥത പോലെ, വൽ ഖുശൂഉ ഫിസ് സ്വലാത്തി, നമസ്കാരങ്ങളിലുള്ള നമ്മുടെ ഖുശൂഉ പോലെ തന്നെ, വൽ മുഹിബ്ബത്തു ലിൽ ഖൈർ, നന്മയോടുള്ള ഒരു ഇഷ്ടം. ആരാണ് ഖൽബുൻ സലീം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ. നാളെ നമ്മുടെ മക്കളോ നമ്മുടെ സമ്പത്തോ ഉപകാരപ്പെടാത്ത നാളിൽ അല്ലാഹുവിന്റെ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നമ്മുടെ മക്കളോ സമ്പത്തോ നമ്മളെ രക്ഷിക്കുമെന്ന ധാരണയിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ പൊല്ലാപ്പുകളുണ്ടല്ലോ, ഈ അഹംഭാവങ്ങളുണ്ടല്ലോ, ഇതൊന്നും രക്ഷപ്പെടാത്തൊരു നാളിൽ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ വരും, സ്വർഗത്തിലേക്ക് എളുപ്പം കയറുന്നവരായി. സ്വർഗം നമ്മിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരും. സ്വർഗപ്രവേശം എളുപ്പമാകുന്നവർ ആരാണവർ? മൻ അതല്ലാഹു ബിഖൽബിൻ സലീം, കുറ്റമറ്റ രക്ഷപ്പെട്ട ഹൃദയവുമായി കടന്നു വരുന്നവർ. അവരുടെ സവിശേഷ ഗുണങ്ങളാണ് എന്ത്? ആരാധനാ കാര്യങ്ങളിൽ ശുഷ്കാന്തി പുലർത്തുന്നത് പോലെ, നമസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്നത് പോലെ തന്നെ, വൽ മുഹിബ്ബത്തു ലിൽ ഖൈർ, നന്മേച്ഛുക്കളായിരിക്കും, നന്മ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വകറാഹിയത്തു ശർറ്, ശർറിനെ വെറുക്കുന്നവർ. എന്ത് ശർറായിക്കോട്ടെ, ഒരുപാട് ശർറുകൾ ഉണ്ടല്ലോ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, അസൂയയുടെ, പകയുടെ, പാരവെപ്പിന്റെ, ഇല്ല നുണയുടെ, അസത്യത്തിന്റെ, ഊഹാമോഹത്തിന്റെ, അല്ല നമ്മളിങ്ങനെ ഓരോന്ന് ഊഹിച്ചിട്ട് എന്തുമാത്രം അബദ്ധങ്ങളിലാണ് നമ്മൾ ചെന്നുപെടുന്നത്. ആരാണ് ഖൽബുൻ സലീം? ഇതിൽ നിന്നെല്ലാം മുക്തമായ നല്ല മനസ്സുള്ളവനാണ് ഖൽബുൻ സലീം. അൽ ഖൽബുൻ സലീമുൻ ഹുവല്ലദീ സലിമ മിൻ ശർരി, എല്ലാ ശർറുകളിൽ നിന്നും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ വിശുദ്ധ ഖുർആനിൽ രണ്ട് പ്രവാചകരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖൽബുൻ സലീമായ ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് നൂഹ് അലൈഹിസ്സലാമയാണ്. അല്ലേ? ഇന്ന ഇബ്രാഹിമു കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അദ്ദേഹം അല്ലാഹ്ക്ക് എങ്ങനെയാണ് കീഴ്പ്പെട്ടത്? തന്റെ എല്ലാം വേണ്ടാന്ന് വെച്ചു. അല്ലെ? അദ്ദേഹത്തിന് നാട്ടിൽ പുറത്താക്കപ്പെട്ടു. ആ കുടുംബം, ബാപ്പ, അവിടേക്ക് അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ സ്വബർ. ബാപ്പ വീട്ടിൽ നാട്ടിപ്പായിച്ചു പോകും, ഒരു കുഴപ്പവും അദ്ദേഹത്തിനില്ല, ഒരു വെറുപ്പുമില്ല. തന്നെ ആട്ടിപ്പായിച്ച ബാപ്പാക്ക് പോലും പൊറുക്കലിനെ തേടുന്ന ഒരു മനസ്സുണ്ടാക്കുന്ന വിശാല ഹൃദയനായിരുന്നു. തന്നെ അഗ്നികുണ്ഡത്തിലെറിയ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. തന്റെ സമൂഹം ചെയ്ത തെറ്റുകളോട് വെറുപ്പില്ലാത്തവർ. ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. വൽ ഇല്ലു വല്ലുഖുദു വൽ ഹസദു വശുഖ്, പക, വിദ്വേഷം, അത്യാഗ്രഹം, അസൂയ, നമ്മുടെ കുടുസത, വൽ കിബ്ർ, അഹംഭാവം, വഹുബ്ബുദ് ദുനിയ, നമ്മുടെ ഭൗതികമായ മോഹങ്ങൾ, വറുആസാത്ത്, അധികാരമോഹങ്ങൾ. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഫസലീമ മിൻ കുല്ലി ആഫത്തിൻ തബ്അദഹു അനില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. നേർക്ക് നേർക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും സമസൃഷ്ടികളോടുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ കാരണം നമ്മളെ അല്ലാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി അറിയണം, വഹുവൽ കൽബ് യൻജു സാഹിബഹു യൗമൽ ഖിയാമ, നമ്മുടെ ഈ ഖൽബാണ് നാളെ വിചാരണ നാളിൽ വരാനിരിക്കുന്ന പരലോകത്ത് നമ്മുടെ സ്വർഗ്ഗം ഉറപ്പാക്കുന്നത്, നമുക്ക് നരകവിമോചനം ഉറപ്പാക്കുന്നത് നമ്മുടെ ഖൽബുൻ സലീം.
നാളെ പരലോക വിചാരണയിൽ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയണമോ? മൻ സലിമൽ മുസ്ലിമൂന, മറ്റുള്ള മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ. മുസ്ലിമിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അവന്റെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടവനുണ്ടല്ലോ. ഞാൻ മുസ്ലിമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെടണം. എന്റെ ശർറിൽ നിന്ന്, മിൻ ലിസാനിഹി വ യദിഹി, നാവിൽ നിന്ന്, എന്റെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലേ നിങ്ങൾ മുസ്ലിമാ, അല്ല ഞാൻ മുസ്ലിമായി മാറൂ. അപ്പൊ ആരാ മുസ്ലിം? നമുക്ക് എത്ര പേർക്ക് നമ്മെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയും? നമ്മുടെ മനസ്സിന്റെ ആ ഒരു ദുഷ്ചിന്തകളുണ്ടല്ലോ, ദുഷിച്ച മനസ്സുകൾ. ഇദാ സലിമൽ ഖൽബു സലിമത്തുൽ ജവാരിഹ് ഫഅൻഖദ കദാലിക സുലൂകുൽ ഫർദി വൽ മുജ്തമഇ. നമ്മുടെ ഹൃദയം നന്മ നിറഞ്ഞതായാൽ മാത്രമേ നമ്മുടെ അവയവങ്ങളും എന്തായി മാറുകയുള്ളൂ? ആരോഗ്യമുള്ളതായി മാറുകയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ദുഷിപ്പുകൾ നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. നമ്മുടെ മനസ്സിന്റെ ദുഷിപ്പുകൾ നമ്മുടെ അക്രമത്തിലേക്കും കൂടുതൽ പാപങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് മനസ്സിന്റെ നന്മയാണ് എന്ത്? നമ്മെ കൊണ്ട്, നമ്മുടെ ശരീരത്തെ കൊണ്ട് നന്മയെ പ്രതിഫലിപ്പിക്കുന്നത്. ഞാൻ നന്മ ചെയ്യുന്നുവെങ്കിൽ, ഞാൻ ഉപകാരം ചെയ്യുന്നുവെങ്കിൽ, അത് ഒറ്റക്കായാലും കൂട്ടായാലും ശരി, വഹുവ ത്വരീഖു ഇല സആദതി ഫിദ്ദുനിയ വൽ ആഖിറ, അത് നമ്മുടെ വഴിയിലേക്കുള്ള സൗഭാഗ്യമാണ്, വിജയമായി മാറണമെന്നുണ്ട് എങ്കിൽ എൻ്റെ മനസ്സിന്റെ നന്മ പ്രതിഫലിക്കണം. എങ്ങനെ? എൻ്റെ പ്രവൃത്തികളിലൂടെ. എൻ്റെ പ്രവൃത്തികളിലൂടെ മോശം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിന്റെ ദുഷിപ്പാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. അല്ലാഹും നമ്മളും പരസ്പരം തൃപ്തിപ്പെട്ട ഒരു ശാന്ത മനസ്സുണ്ടല്ലോ, ആ ശാന്ത മനസ്സ് നേടണമെങ്കിൽ നമുക്ക് ഖൽബുൻ സലീം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. ഇതല്ലാതെ കണ്ട് നമ്മൾ എത്ര കണ്ട് നമ്മൾ ചെയ്താലും യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ രക്ഷക്ക് നമ്മളിപ്പോ അപരനെ കുറ്റപ്പെടുത്തുന്നതിൽ, അപരനെ കുറ്റവാളിയാക്കുന്നതിൽ. എനിക്ക് പുറകിൽ ആളുണ്ടെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? എൻ്റെ മക്കളുണ്ട്, ഞാൻ എന്തക്രമവും അധർമ്മവും ചെയ്യാൻ എൻ്റെ പുറകിൽ ആളുണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് എന്തും എനിക്ക് ചെയ്യാം. അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോംപ്രമൈസിന് സൗകര്യങ്ങളുള്ളിടത്ത് കോംപ്രമൈസ് നടക്കാത്തൊരു നാള് വരാനുണ്ട്. നിങ്ങളുടെ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത, നിങ്ങളുടെ ഖൽബുൻ സലീം, നമ്മുടെ രക്ഷക്ക് നമ്മുടെ ഖൽബ് മാത്രം. ആ മറുപടി, ഖൽബിന്റെ മറുപടി, ഖൽബ് മുഖാന്തരം, ആ ഖൽബിന്റെ പ്രേരണയാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഈ ഖൽബ് നന്നായാൽ, റസൂൽ ഇങ്ങനെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട്, ഈ ഖൽബ് നന്നായാൽ നമുക്ക് വേഗം സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. നമ്മെ അടുപ്പിക്കുന്ന നമ്മുടെ വളരെ ചെറിയ ചെറിയ പെരുമാറ്റ മര്യാദകൾ. ഞാനിവിടെ നിർത്തുകയാണ്. വളരെ കുറച്ച ഒരു വർത്തമാനം, 2-3 ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമീപനം എന്താണ്? നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നവരോട് പോലും ആള് മാറി ആ കൈയിലേക്ക് അടുത്ത വരുന്ന തോളിനോട്, അടുത്ത വരുന്ന സുഹൃത്തിനോട് നമ്മൾ ആദ്യം വന്നു പോയ സുഹൃത്തിനെ കുറ്റപ്പെടുത്താനാണോ ശ്രമിക്കുന്നത്? നമുക്കെന്തേ നന്മ കാണാൻ പറ്റാതെ പോകുന്നു? നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് റസൂല് പറഞ്ഞില്ലേ, അങ്ങോട്ട് കടന്നു വരുന്നത് എങ്ങനെ കടന്നു വരുന്നു? യാതൊന്നും ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റജ ഇലൈക്കും അന സലീമുസ് സദർ. ഒരു ക്ലീൻ സ്ലേറ്റിൽ എൻ്റെ സഹോദരന്റെ ഒരു പോസിറ്റീവ് ചിന്ത, നമ്മുടെ പെരുമാറ്റ മര്യാദയുടെ ആദ്യ പടി
ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മളിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ പിശാച് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അസൂയയുടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇങ്ങനെ തരംതിരിച്ചുകൊണ്ട് എന്താണ് അസൂയ, എന്താണ് ചുഴിഞ്ഞന്വേഷണം, ഇതിലൊക്കെ പരദൂഷണം, അല്ലേ, എന്തോരം കുറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ എത്ര കൃത്യമായിട്ടാണ് അതിനെപ്പറ്റിയിട്ടുള്ള ഗൗരവപരമായ താക്കീതുകൾ റസൂൽ എന്ത് പറഞ്ഞു, ഖുർആൻ എന്ത് പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം. നമ്മളൊക്കെ ഇങ്ങനെ നിസ്കരിച്ചും നോമ്പ് പിടിച്ചും എന്നിട്ട് അപരനെപ്പറ്റി അപവാദങ്ങളുമായി കഴിയുന്നുവെങ്കിൽ അതെത്ര ഗുരുതരമായ വർത്തമാനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെന്നുണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് തുടർ ഖുതുബകളിൽ നമ്മുടെ പെരുമാറ്റ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു മുസ്ലിം എന്ന നിലയിൽ കൽബുൻ സലീമിന്, കുറ്റമറ്റ ഹൃദയത്തിന്, രക്ഷപ്പെട്ട ഹൃദയത്തിന്, അതാണല്ലോ മുസ്ലിം. സലീമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവരെന്നാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് അല്ല, എന്നിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടാലേ ഞാൻ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണത് നമ്മുടെ ദുർഗുണങ്ങൾ? ഇൻഷാ അല്ലാഹ് തുടർ ഖുതുബകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാൻ, അല്ലെ, ഹജ്ജൊക്കെ കഴിഞ്ഞ്, അല്ലെ, 2 പെരുന്നാളുകളും നോമ്പായാലും ഹജ്ജായാലും കഴിഞ്ഞു വരുന്ന മനുഷ്യനെ പറ്റിയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഖയൗമിൻ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച നിഷ്കളങ്കമായ കൊച്ചു കുഞ്ഞിനെ പോലെ. ഹജ്ജിന് ശേഷം ആ ഒരു നിഷ്കളങ്ക ബാല്യത്തിന്റെ മനസ്സോടുകൂടി വന്നിട്ടുള്ള നമ്മളിൽ ഇനി കറവീഴ്ത്താൻ പാടില്ല, നന്മകൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. കുടുസതയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ തെറ്റായ മനസ്സിൽ നിന്ന് പടച്ചവനെ, പൈശാചികമായ മനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ തമ്പുരാനെ. ഖൽബുൻ സലീമുമായി നിന്നെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പാവങ്ങളായ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ തമ്പുരാനെ. പലവിധ പ്രയാസങ്ങളാൽ ഞങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധം നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരെ വരെ എത്ര കണ്ട് ബാധിക്കുമെന്ന ദുരന്തം കാത്തിരിക്കുന്നതേയുള്ളൂ. ഇനി വില കൂടാൻ പോകുന്നു, അവശ്യ സാധനങ്ങളുടെ ഒക്കെ ഇതിന്റെ പുറകിൽ സ്വാഭാവികമായി ക്രൂഡ് ഓയിലിനൊക്കെ വില കൂടും, അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകും. അവിടുന്ന് ഗൾഫിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വരുമാനത്തിനുള്ള കാശുകൾ വരാതെയാവും. ഇവിടെ തന്നെ വില കൂടും. എന്തൊക്കെയാണ് അല്ലാഹു ആലം. നമ്മുടെയൊക്കെ നിറഞ്ഞ പ്രാർത്ഥനകളിൽ ഈ നാടനുഭവിക്കുന്ന, ഈ ലോകമനുഭവിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുമാറാകട്ടെ. പാലസ്തീൻ ജനത ഒരു തുള്ളി വെള്ളമില്ലാതെ കണ്ട്, ഭക്ഷണമില്ലാതെ, ഭക്ഷണത്തിന് കാത്തിരിക്കുന്നവരെ പോലും കൂട്ടക്കൊല ചെയ്യുന്നത്ര ഒരു ദുഷ്ടമായ അക്രമങ്ങൾക്ക്, ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ സേഫ് സോണിലാണെന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ വിഷമതകൾ പരിഹരിക്കാൻ നമ്മുടെ കൈകൾ ആകാശത്തിലേക്ക് ഉയരണം. പടച്ചവനെ, ആ പാവങ്ങളായ ജനങ്ങൾക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ തമ്പുരാനെ. പട്ടിണിയിൽ നിന്ന് ആ ജനതയെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഇസ്ലാമിക മാർഗത്തിൽ മുസ്ലിമായതിന്റെ പേരിൽ ലോകത്ത് കൊല്ലപ്പെടുന്നവർക്ക് നീ രക്തസാക്ഷിത്വം കൊണ്ട് നീ ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മുസ്ലിം സമുദായം അസ്വസ്ഥതയിലാണ്. തമ്പുരാനെ, വിവേകമുള്ള ഭരണാധികാരികളെ നൽകിക്കൊണ്ട് ഈ സമുദായത്തിന് നീ രക്ഷ നൽകണമേ തമ്പുരാനെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമതകൾക്കും പരിഹാരം നൽകണമേ തമ്പുരാനെ. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, രോഗം, പടച്ചവനെ നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. വാക്കുകൂടി